പാലക്കാട് ധോണിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി ധോണി സെന്റ് തോമസ് നഗറിലാണ് ആന എത്തിയത്. ഇന്നലെ രാത്രി 11:30 സംഭവം. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഈ കാട്ടാനയെ കണ്ട സാഹചര്യം, ഇന്നലെ രാത്രി പ്രദേശവാസികളാണോ കാട്ടാനയെ കണ്ടത്? എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, ഇന്നലെ രാത്രി ഒരു 11:30 ധോണിയിലെ ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തിയത്. ധോണി മായാപുരത്തിനടുത്ത് സെന്റ് തോമസ് നഗറിലാണ് കാട്ടാന എത്തിയത്. പ്രദേശവാസികൾ തന്നെയാണ് ആദ്യം ശബ്ദം കേൾക്കുകയും തുടർന്ന് അവർ ടോർച്ചും മറ്റും അടിച്ചു നോക്കിയപ്പോൾ ആനയെ കാണുകയായിരുന്നു. ജനങ്ങൾ നടക്കുന്ന പ്രധാന വഴിയിൽ ഉൾപ്പെടെ ആദ്യം നിലയുറപ്പിച്ച ആന പിന്നീട് പ്രദേശത്തെ ആളുകളുടെ ഈ കൃഷിസ്ഥലത്തേക്ക് കടക്കുകയും വാഴ കൃഷി ഉൾപ്പെടെ നശിപ്പിക്കുകയുമായിരുന്നു എന്നുള്ളതാണ്. ഈ പ്രദേശത്ത് തന്നെ ഇതിനു മുൻപ് നിരവധി തവണ കാട്ടാന വന്നിട്ടുണ്ട്. PT7 ഉൾപ്പെടെയുള്ള ആനകളൊക്കെ സ്ഥിരമായി ഇറങ്ങി വരുന്ന മേഖലയാണ് ഈ ധോണി സെന്റ് തോമസ് നഗർ. ആളുകളാണെങ്കിൽ ദിവസവും ഈ ജനവാസ മേഖലയാണ്, ദിവസവും ജോലിക്കും മറ്റുമൊക്കെ പോയി വരുന്ന സമയങ്ങളിൽ, വൈകുന്നേര സമയങ്ങളിലും സന്ധ്യാസമയങ്ങളിലും ഒക്കെ ഇത്തരത്തിൽ ആന പ്രദേശത്തേക്ക് എത്തുന്നു, കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പ്രധാനമായും ഒരു പരാതിയായി പറയുന്നത്. ധോണിയിൽ PT7 എന്ന ആനയെ പിടികൂടിയതോടുകൂടെ തന്നെ കാട്ടാനകളുടെ ശല്യം ശാശ്വതമായ പരിഹാരം കാണുമെന്നൊക്കെയായിരുന്നു അധികൃതർ പറഞ്ഞത്. പക്ഷേ അതിലൂടെ ഒരു പരിഹാരമാവുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും ആനകൾ തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് എത്തുന്നു. പ്രധാനമായും ഒരു ഒറ്റയാനും പിന്നെ ഒരു അമ്മയാനയും കുട്ടിയാനയും, ഇങ്ങനെ ഈ 3 ആനകളാണ് ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് സ്ഥിരമായി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. മാത്രമല്ല ധോണിയിൽ തന്നെ ഈ ധോണിയിലെ ഈ നിലവിൽ ആനയെ കണ്ടു എന്ന് പറയുന്ന പ്രദേശത്തിന് തൊട്ട് സമീപത്തായിട്ട് തന്നെ പുലിയെയും 2 ദിവസം മുൻപ് ആളുകൾ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ വന്യജീവികൾ ധോണി മേഖലയിലേക്ക്, മലമ്പുഴ മേഖലയിലേക്കൊക്കെ ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് വന്യജീവികൾ അരുൺ സൂചിപ്പിച്ച പോലെയാണ് PT7 പിടികൂടിയിട്ട് 1 വർഷമാകുമ്പോഴേക്കാണ് വീണ്ടും കാട്ടാന ശല്യം, മാത്രമല്ല വന്യജീവി ശല്യം സംസ്ഥാനത്ത് പലയിടങ്ങളിലും ജനവാസ മേഖലയിലേക്ക് അത് രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. ആളപായവും ഈ സൂചിപ്പിച്ചതാണ്. വയനാട് അജീഷ് എന്നയാൾ കൊല്ലപ്പെട്ട ഒരു വേദന മാറിയിട്ടില്ല. ഈ കൃഷി നശിപ്പിക്കുക, അത്തരത്തിലൊരു പ്രശ്നം കൂടി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണോ ഇപ്പോൾ ഈ കാട്ടാനക്കൂട്ടത്തെ കണ്ട ഒരു സാഹചര്യത്തിൽ കൃഷി ചെയ്യുന്ന പ്രദേശത്ത് കൂടി ഈ കാട്ടാനക്കൂട്ടത്തിൻ്റെ ശല്യം ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായും ലക്ഷ്മി, കൃഷി നടത്താൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്ക് കർഷകർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാട്ടാന മാത്രമല്ല, കാട്ടാനയാണെങ്കിലും അതല്ലെങ്കിൽ പന്നിയാണെങ്കിലും, കാട്ടുപന്നിയാണെങ്കിലും കുരങ്ങന്മാരാണെങ്കിലും ഇതൊക്കെ ഈ മലയോര മേഖലകളിൽ നിന്ന്, വനത്തിനകത്ത് നിന്ന് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായി എത്തുകയും കൃഷി നശിപ്പിക്കുകയും ഇതുമൂലം കൃഷി ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ജനങ്ങൾ പ്രധാനമായും പരാതിയായി പറയുന്നത്. മാത്രമല്ല, നിയമസഭയിൽ വനം മന്ത്രി തന്നെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഏറ്റവും അധികം ആളുകൾ ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു ജില്ല പാലക്കാട് എന്നുള്ളതാണ്. 197 ആളുകളാണ് പാലക്കാട് ജില്ലയിൽ ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് നിയമസഭയിൽ തന്നെ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയേറെ ആളുകൾ കാട്ടാന ആക്രമണത്തിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു ജില്ല പാലക്കാട് ജില്ല. പക്ഷേ അവിടെ ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് തുടർച്ചയായി ആനയും പുലിയും പന്നിയും കുരങ്ങും ഒക്കെ തുടർച്ചയായി എത്തുന്നു. അത് എപ്പോഴും നമ്മൾ ജനം TV ഉൾപ്പെടെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു, ജനങ്ങളുടെ ദുരിതം സംബന്ധിച്ച വാർത്തകൾ നൽകുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അതിലൊരു ശാശ്വതമായ നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ഉയരുന്നത്. നടപടി എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതാണ്. കാരണം എത്രയോ കാലങ്ങളായി അതിന്മേലുള്ള ചർച്ചകൾ നടക്കുകയാണ്. എന്തായാലും ഈ വനമൃഗങ്ങളെ കാണുമ്പോൾ, പ്രത്യേകിച്ച് ആനയെ സ്പോട്ട് ചെയ്യുമ്പോൾ, RRT സംഘം, ദ്രുത സംരക്ഷണ സേന പെട്ടെന്ന് തന്നെ അവിടെ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുന്നുണ്ടോ വനപാലകർ? പലപ്പോഴും അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പലപ്പോഴും തങ്ങൾ എപ്പോഴും പറഞ്ഞു മടുത്തു എന്നുള്ളതാണ്. വനംവകുപ്പ് അധികൃതരോട് എപ്പോഴും പറയുന്നു ആന ഇറങ്ങുന്നു എന്ന് പറയുന്നു. ആന ഇറങ്ങി എന്ന് പറഞ്ഞതിന് ശേഷം മണിക്കൂറുകൾക്ക് ശേഷം അവർ എത്തുന്നു. ചിലപ്പോൾ പടക്കം പൊട്ടിച്ചോ മറ്റോ കാട് കയറ്റും. അവർ പോയതിന് ശേഷം വീണ്ടും ആന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ പരാതിയായി പറയുന്നത്. മാത്രമല്ല, ഈ ഫെൻസിംഗ് ഉൾപ്പെടെയൊക്കെ സ്ഥാപിക്കാൻ കോടികൾ ചിലവഴിച്ചു എന്ന് പറയുന്നു. കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ കേരളത്തിന് ഇതിനു വേണ്ടി ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നില്ല. ഫെൻസിംഗ് പലയിടത്തും കൃത്യമല്ല എന്നുള്ള പരാതി നാട്ടുകാർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാരിക്കുഴി തീർക്കുന്നത് ഉൾപ്പെടെ ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കുന്നതിനൊക്കെ നടപടികൾ ഉണ്ട്. പക്ഷെ അത് കൃത്യമായി ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അത്തരം മാർഗങ്ങൾ ഉണ്ടെങ്കിലും അത് കൃത്യമായി ഫലവത്താവുന്നില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അതേസമയം തന്നെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം കാര്യങ്ങളിൽ ട്രെയിൻ തട്ടി ആനകൾ ചരിയുന്നത് തടയുന്നതിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ പാലക്കാട് തന്നെ വളരെ ഫലവത്തായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു സാഹചര്യവുമുണ്ട്. ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതാണെങ്കിലും അതല്ലെങ്കിൽ ഈ
തേനീച്ചയുടെ മൂളൽ പോലുള്ള ശബ്ദമല്ല, ആനകൾ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള അത്തരത്തിലുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതാണെങ്കിലും അതല്ലെങ്കിൽ ക്യാമറ സ്ഥാപിക്കുന്നതാണെങ്കിലും ആനകൾക്ക് സുരക്ഷിതമായ ആനത്താരകൾ എന്ന തരത്തിൽ അടിപ്പാതകൾ ഉണ്ടാക്കുന്ന നടപടികൾ ആദ്യം ഒരു അടിപ്പാത വാളയാർ ഭാഗത്ത് നിർമ്മിച്ചു കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാം അടിപ്പാത റെയിൽവേ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ റെയിൽവേയുടെ ഭാഗത്തുനിന്നും നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഈ പാലക്കാട് ജില്ലയിൽ ഈ കാട്ടാന ആക്രമണങ്ങൾ, മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള വലിയ നടപടികൾ ഉണ്ടാവുമ്പോൾ കേരള വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവാത്തതാണ് ഈ ധോണി ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് ഇങ്ങനെ ആന വീണ്ടും വീണ്ടും എത്തുന്നതിലേക്ക് വഴിവെച്ചിരിക്കുന്നത് എന്നുള്ളൊരു വിമർശനം ഏതായാലും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. നിലവിൽ ഏതായാലും ആ പ്രദേശത്തെ ജനങ്ങൾ വലിയ ഭീതിയിലാണ്. PT-7 പോയതോടുകൂടെ തന്നെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ സമാധാനപരമായി എന്ന് കരുതിയതാണ്. പക്ഷേ അതായില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ വീണ്ടും വീണ്ടും ആന എത്തുന്നു. ഇനി വയനാട് സംഭവിച്ചതുപോലെ മറ്റൊരു ദുരന്തം, അല്ലെങ്കിൽ ഈ PT-7 തന്നെ ശിവരാമൻ എന്നൊരാളെ കൊന്നത് പാലക്കാട് വെച്ചിട്ടാണ്, ധോണിയിൽ വെച്ചിട്ടാണ്. അത്തരത്തിൽ വീണ്ടും ഒരു അപകടം ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. മറ്റൊരു അപകടം ഉണ്ടാകുമ്പോഴോ ഇനി അധികൃതർ തിരിഞ്ഞു നോക്കുകയുള്ളൂ എന്നൊരു ചോദ്യവും ജനങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വയനാട് ആനപ്പേടി തുടരുന്നതിനിടെ പാലക്കാട് ധോണിയിലും കാട്ടാനയുടെ സാന്നിധ്യം. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.